സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ജാസ്മിൻ, ഗബ്രി, ബിഗ് ബോസ്, നിങ്ങളിൽ ഒരാൾ ഇന്ന് ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയും. എന്താ ഇത്? എന്തിനാ കരയുന്നേ? ആ ഓർമ്മകളുടെ ചില നിമിഷങ്ങൾ ഇപ്പോൾ കാണാം. എന്റെ പൊന്നോ വേണ്ട, അത്രയും സ്നേഹം എനിക്ക് അവന്റെ അടുത്തായി. ഇഷ്ടമുള്ളത് ജാസ്മിന്റെ വല്ലല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. എന്നാത്തിനാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്, ഇതിൽ കരയാൻ എന്തിരിക്കുന്നു? പ്രേക്ഷക വിധി പ്രകാരം നിങ്ങൾ ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി ഇപ്പോൾ വിട പറയുകയാണ്. താങ്ക് യു ബിഗ് ബോസ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. എന്താ നിനക്ക്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇല്ലില്ല, നല്ലോണം കളിക്കുന്നത്. അയ്യോ പാവം, പോട്ടെ പോട്ടെ, അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി. എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? വേഗം എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. നല്ല പാട്ടാണല്ലോ, നാടോടി ഗായികയാണല്ലേ? പാട്ടൊന്നും വേണ്ട, പുറത്തോ പുറത്തോ പുറത്തോ. ഈ ചെവിന്നൊരു കിളി പറന്നു പോയിട്ട് എവിടെ ഇരിക്കണാവോ? എനിക്ക് എന്തുണ്ട് ചാടാനുള്ള തോളവനാ. ഞാനിനി എന്താ ചെയ്യേണ്ടത്? പറയടാ, പറഞ്ഞു താടാ, എന്താ ചെയ്യേണ്ടത് ഞാനിനി? എന്നെ കൂടെ കൊണ്ടുപോ, എന്നെ കൂടെ കൊണ്ടുപോ ഏട്ടായി. ഈ തള്ള എന്താണ് ഈ പറയണത്? അവരെ കൂടി കൊണ്ടുപോകാൻ പുള്ളി എന്താ വീഗാലാൻഡ് ടൂർ പോവാണോ? സങ്കടപ്പെട്ടിരുന്ന സമയത്ത് തോളത്ത് കൈവച്ചതിനും, വിശന്നിരുന്ന് മാറി വന്നപ്പോ ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിച്ചതിനും, സന്തോഷത്തിൽ എന്റെ കൈ പിടിച്ച് എന്റെ ഒപ്പം ചിരിച്ചതിനും. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളു തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി.